ഇപ്പോൾ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അതും കനക്കുകയാണ്. മലപ്പുറത്ത് ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് ഉള്ള പ്രതിഷേധം ആണ് കാണുന്നത്. ലീഗിന്റെ പ്രതിഷേധമാണ് എന്നാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. ദേശീയപാത നിർമ്മാണ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? അനുജ, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേശീയപാത നിർമ്മാണ കമ്പനിയായിരിക്കുന്ന KNRC-യുടെ ഓഫീസിൽ ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ കൈവിട്ടു പോകുന്നു. ഇവിടെ ഓഫീസ് തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെത്തി ഇവിടെ ഉണ്ടായിരുന്ന ചെയർ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ചെയർ, അതോടൊപ്പം തന്നെ ഈ ചെടി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നു. ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുന്നു. ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ ഇടിച്ചു കയറിക്കൊണ്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന കാഴ്ച. ആദ്യം ഈ പ്രധാന ഓഫീസിന് സമീപത്ത് ഈ പ്രവർത്തകർ നിന്നുകൊണ്ട് ഉപരോധിക്കുകയായിരുന്നു. പിന്നീട് പോലീസും ആരും തന്നെ ഇടപെട്ടതുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീടാണ് അപ്രതീക്ഷിതമായി തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് പ്രവർത്തകർ ഓടിയെത്തിക്കൊണ്ട് ഇവിടെ പുറത്തുണ്ടായിരുന്ന ചെയറുമെല്ലാം തന്നെ നശിപ്പിച്ചു. ചെടിച്ചട്ടി ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചു ഓഫീസിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പോലീസും ഇടപെട്ടുകൊണ്ട് അവരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളുമുണ്ടായി സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രവർത്തകർ ഈ ഓഫീസിനൊക്കെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് ഈ സംഘർഷത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ പോലീസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ഒരു അംഗമനം അല്ലെങ്കിൽ വലിയ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരമല്ല, മറിച്ച് കുറച്ച് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം കൂടുതൽ അക്രമാസക്തമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസും നിലവിലിടപെട്ട് പ്രവർത്തകരെ ഇപ്പോൾ ഏതാണ്ട് ഒരു വിധം ശാന്തമാക്കിയിരിക്കുകയാണ്. ഓഫീസിനകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് നിലവിൽ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ പോലീസ് തമ്മിൽ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ച. പ്രവർത്തകർ പോലീസ് തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഈ പോലീസ് ഇവരെ ഇടപെട്ടുകൊണ്ട് നീക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ മറ്റുള്ള പ്രവർത്തകർ അത് തടയാൻ ശ്രമിക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പോലീസാണെങ്കിൽ കൂടുതൽ ഒരു അംഗസംഖ്യ, കൂടുതൽ ഫോഴ്സ് ഇവിടെ ഇല്ല. വളരെ കുറഞ്ഞ പോലീസ് സംവിധാനം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിലും പരിമിതികൾ പോലീസിനും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. പക്ഷേ പോലീസ് വലിയ വാക്കേറ്റം നടക്കുന്നു. പ്രവർത്തകരാണെങ്കിൽ പോലീസുമായി വാക്കേറ്റം നടത്തുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ച, വാക്ക് തർക്കത്തിലേക്ക് പോകുന്ന കാഴ്ച. ഈ KNRC-യുടെ കോഹിനൂരിലെ ഓഫീസിലെ ഈ യാർഡിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ സാമഗ്രികളും എല്ലാം തന്നെ ഈ നിർമ്മാണം നടക്കുന്ന ഈ ഇടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി ഉപരോധിക്കുകയാണ്. നിങ്ങളിവിടെ ഞങ്ങൾ ഈ കോൺട്രാക്ടിംഗ് ഓഫീസിന് മുമ്പിട്ടാണ് സമരം നടത്തണേ. ആ ഉള്ളിൽ തന്നെ സമരം നടത്തും. നിങ്ങൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ ഇവിടെ റോഡ് നടന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? റോഡ് നടന്നപ്പോ താങ്കൾ എവിടെയായിരുന്നു? ആ റോഡ് നടന്നില്ലേ? അനുജ, കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ലാത്തി വീശിയിരിക്കുകയാണ്. ഈ അബിൻ വർക്കി അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് ഇടപെട്ടുകൊണ്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഈ ഓഫീസിലേക്ക് അകത്ത്, ഈ KNRC-യുടെ ഈ ഓഫീസിന്റെ അകത്തേക്ക് കയറുമെന്ന് തന്നെയാണ് ഈ പ്രവർത്തകർ പറഞ്ഞത്. അതിനെ തടഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ പോലീസാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തടയാനും ശ്രമിക്കുകയാണ്. പലപ്പോഴും ഉന്തും തള്ളും ലാത്തി വീശുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകർ കൂടുതൽ പ്രകോപിതരായി ഈ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. പോലീസ് പ്രവർത്തകരെ പരമാവധി തള്ളി നീക്കാനും തടയാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇങ്ങോട്ട് മാന്യമാണെങ്കിൽ അങ്ങോട്ട് മാന്യമായിരിക്കും. മാന്യമായി വന്ന സമരത്തെ കാറാണ് അടിച്ചാക്കിയത്. മാന്യമായി തുടങ്ങിയാലേ സമരം വന്നുടത്തിന് തല്ലിന്റെ ആവശ്യം ഞങ്ങള് മര്യാദയ്ക്ക് സമരം നടത്തിട്ട് പോകുന്ന ആര് ഏത് ഷോ ഇറങ്ങുന്നവരാ? ഞങ്ങൾ ആദ്യമായിട്ടല്ല സമരം നടത്താൻ. നിന്റെ അഭിപ്രായമാണ് എനിക്ക് സമരം നടത്താൻ. നീയല്ലേ ഞങ്ങളെ സമരം ഉണ്ടാക്കി തന്നെ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇരിക്കും. നമ്മൾ പ്രവർത്തകരിക്കും. ഏറെ പ്രിയപ്പെട്ടവരെ ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരളത്തിലെ സമരനായകനും കൂടിയായിട്ടുള്ള അബിൻ വർക്കി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് ബാറയിൽ, സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള AK ഷാനിദ്, പ്രിയപ്പെട്ട നാസിൽ പൂവിൽ, പ്രിയപ്പെട്ട പ്രജിത്ത്, പ്രിയപ്പെട്ട റിയാസ് ഉൾപ്പെടെയുള്ള സുദേവ് അശ്വിൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ഫിർദൌസ്, അസ്താഫ് TP ഉൾപ്പെടെയുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, നമുക്കറിയാം ഗുരുതരമായ ഒരു സ്ഥിതിയാണ് നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ.